വിഷയമില്ലല്ലോ. കൈ കാണിക്കുമായിരുന്നു. ശത്രക്ഷയം കൂർവതേ
നല്ല രീതിയിൽ ഒരു അഷ്ടപതി ആലപിച്ച കലഞ്ഞൂരുകാരിക്ക് തൃക്കലഞ്ഞൂരപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ട എല്ലാ വ്യക്തികളും വേദിയിലേക്ക് ഇരുന്ന് ചടങ്ങുകളിൽ പങ്കെടുക്കാം. ആരംഭിക്കാം.
അത്രയും കിടക്കണ്ട കേട്ടോ. ഇച്ചിരി വാർത്തയ്ക്കൊന്നും ഇല്ല. അയ്യോണ്ണ ഇത് നോക്കിയേക്കണം. അങ്ങോട്ടൊന്ന് പോകും. ഓം നമഃ ശിവായ. വേദിയിലിരിക്കുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യമാണ്. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുമായ കുളക്കട താമരശ്ശേരി നമ്പിമഠത്തിൽ രമേശ് ഭാനു പണ്ടാരത്തിൽ എന്നാണ് നോട്ടീസിൽ ഉള്ളതെങ്കിലും ചെറിയൊരു പേരിന്റെ വ്യത്യാസമുണ്ട്, അനുജനാണെന്നുള്ള വ്യത്യാസമുണ്ട്. സതീഷ് ഭാനു പണ്ടാരത്തിൽ എന്ന മാന്യ വ്യക്തിയാണ് നമുക്ക് ഇന്ന് ഭദ്രദീപം തെളിയിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. രമേശേട്ടന് വളരെ അത്യാവശ്യമായി ആശ്രാമ ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടതുകൊണ്ട് നമ്മുടെ തന്ത്രി കുടുംബത്തിലെ തന്നെ തന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായി മറ്റു ജോലിയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആ കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന സതീഷ് ഭാനു പണ്ടാരത്തിൽ അവരുകളെ തൃക്കലഞ്ഞൂരപ്പന്റെ സപ്താഹവേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഒരു ഫോൺ കോളിലൂടെ നമ്മളെ കലഞ്ഞൂരെന്ന് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി നമ്മളുടെ വേദി ധന്യമാക്കുവാൻ എത്തിച്ചേർന്ന സിനിമ സീരിയൽ താരവും മികച്ച ഗായികയുമായ ശ്രീലത നമ്പൂരി അവരുകളെയാണ് സ്വാഗതം ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു സമയത്ത് പൊങ്കാലയുടെ ഭദ്രദീപം തെളിയിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുണ്ട്. അന്ന് തന്നെ നമ്മുടെ കലഞ്ഞൂരിനെ വളരെ പ്രശംസനീയമായി പലരോടും സംസാരിച്ചതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ചപ്പോൾ തന്നെ കലഞ്ഞൂരല്ലേ ആദ്യം പറഞ്ഞത് എനിക്കൊരു കച്ചേരി പാടാൻ അവസരം തരണമെന്നാണ്. ഞങ്ങൾ അന്നേരം പറഞ്ഞു, കച്ചേരിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ ഭദ്രദീപമൊക്കെ തെളിയിച്ചിട്ട് മതി നമുക്ക് കച്ചേരിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായി തന്നെ കൃത്യസമയത്തിന് എത്തിച്ചേർന്ന ശ്രീലത നമ്പൂരി അവരുകളെ തൃക്കലഞ്ഞൂരപ്പന്റെ പേരിൽ സപ്താഹവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് കലഞ്ഞൂരിലെ സുപരിചിതനായ, നമുക്കറിയാം, നമ്മുടെ ഭാഗവത വേദിയെ വളരെ നർമ്മരസത്തോടുകൂടി പാട്ടുപാടി നമ്മളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയാണ്. ഈ സപ്താഹവേദിയിൽ ഇരിക്കുന്നവരൊക്കെ പുഞ്ചിരി അദ്ദേഹത്തിനെ കണ്ടതിന്റെ ആണെന്ന് എനിക്ക് വളരെയധികം നന്നായി അറിയാം. പരമേശ്വരനാണെങ്കിൽ ആനന്ദ നൃത്തത്തിൽ ആറാടിക്കാമെന്ന് എന്നോട് ഏറ്റിട്ടുമുണ്ട്. നമുക്കറിയാം, ആ വേദിയിൽ അവിടെ സപ്താഹവേദിയുള്ള സമയത്ത് കൃത്വാ ശുദ്ധ്വാ ഗുണാൻ ഭുവനസുന്ദര എന്നുള്ള ഒരു പദം 20 മിനിറ്റ് നർമ്മരസത്തിലൂടെ നമ്മളെ അവതരിച്ച് കേൾപ്പിച്ച കഥാപ്രസംഗം കേൾക്കുന്നത് പോലെ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ മധുരം മധുരം ഹരിനാമം മാമകരസനയിൽ അനുനിമിഷം എന്നുള്ള പാട്ട് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ചൊല്ലി പഠിപ്പിച്ച
അതുപോലെ കാലഭൈരവാഷ്ടകം, ബാക്കി നിൽക്കുന്നതാണ്. ദേവരാജ സേവ്യമാന പാവനാംഗ്രി ഭംഗജം എന്നുള്ള ആ കാലഭൈരവാഷ്ടവം നമ്മളെ കൊണ്ടൊക്കെ ചൊല്ലി പഠിപ്പിച്ച ആ മഹത് വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ വേദി ധന്യമാക്കാൻ എത്തിയിരിക്കുന്നത്. പരമേശ്വരൻ നമ്പൂരിയെ നമ്മളെ ഭാഗവത ഉത്സവത്തിലേക്ക് തന്നെ, അതായത് 7 ദിവസം ഇനി നമുക്ക് ഭാഗവത ഉത്സവം തന്നെയാണ് നടക്കുന്നത്. അദ്ദേഹത്തെ നമ്മുടെ വേദി ധന്യമാക്കുന്നതിന് നമ്മളെ പാട്ടുപാടിയും കഥകൾ പറഞ്ഞും കഥാസാരത്തെ കൃത്യമായി അവതരിപ്പിച്ച് നമ്മളെ ധന്യമാക്കും എന്നതിന് സംശയമില്ല. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരില് സഹർഷം നാമജപത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മളുടെ കലയുടെ ഊരായ കലഞ്ഞൂരിൽ എന്നും കലാകാരന്മാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഇനിയും വന്നുകൊണ്ടേയിരിക്കണം. നമ്മളുടെ അഭിമാനമായ നമ്മുടെ കലഞ്ഞൂരിന്റെ പേര് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കലഞ്ഞൂർ സന്തോഷ് എന്ന് ആ പേരിന്റെ അറ്റത്ത് എഴുതാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും പറ്റത്തില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തൊട്ടുപുറത്ത് പേരിന്റെ മഹിമ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ നാടിനെ വളരെ അഭിമാനപൂരിതമാക്കുകയാണ്. അദ്ദേഹത്തിനെ തിക്കലഞ്ഞൂരപ്പന്റെ ഒരു ആദരവ് സമർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. എന്നോട് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൽ പരം ഒരു സന്തോഷം എനിക്കില്ല, ഇനി ആരുടെയും അവാർഡ് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, കലഞ്ഞൂരപ്പൻ എന്റെ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദരവ് സ്വീകരിക്കാൻ എത്തിച്ചേർന്ന കലഞ്ഞൂർ സന്തോഷിനെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് കലഞ്ഞൂരിന്റെ ഇതുപോലെ തന്നെ അഭിമാനമാണ് ചൈതന്യ പ്രകാശ്. എല്ലാ ദിവസവും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇതിന്റെ ചുറ്റും ഫോട്ടോ എടുക്കാനുണ്ടാവും. റീൽസ് ആയാലും എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല, എല്ലാ രീതിയിലും എന്നും ഉണ്ടാവും. അതുകൊണ്ട് അമ്പലമുറ്റത്ത് എന്നും വരുന്നു എന്ന് ഞാൻ പറയും. ഏത് അർത്ഥത്തിലാണല്ലോ ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. അമ്പലമുറ്റത്ത് കയറി ഇറങ്ങുന്നവരെ വളരെ സന്തോഷമായി സ്വീകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രിയങ്കരിയായ നമ്മുടെ നാട്ടുകാരിയുമായ ചൈതന്യ പ്രകാശ്, ആ കുട്ടിക്കും നമ്മളുടെ തൃക്കലഞ്ഞൂരപ്പന്റെ സ്നേഹോപഹാരം നൽകുന്നതിന് എത്തിച്ചേർന്നു. അതിന് അദ്ദേഹത്തിനോട് ആ കുട്ടിയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 2 കരകളിലെയും പ്രതിനിധികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ 2 വ്യക്തികളെയും 3 വ്യക്തികളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ശിവൻകുട്ടി അദ്ദേഹത്തിനും രാജേന്ദ്രൻ അദ്ദേഹത്തിനും ജനാർദ്ദനൻ എന്നുള്ള എല്ലാവരും കരകളുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ തൃക്കലഞ്ഞൂരപ്പന്റെ പേരിൽ സപ്താഹ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഈ യജ്ഞത്തിലെ ഈ ഉദ്ഘാടന ഭദ്രദീപ പ്രകാശനത്തിന് എത്തിയിട്ടുള്ള തൃക്കലഞ്ഞൂരപ്പന്റെ ഭക്തരായ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സപ്താഹം വളരെ ഭംഗിയായി സാന്നിധ്യം കൊണ്ട് ധന്യമാക്കണമെന്നും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അടുത്തതായി ഭദ്രദീപ പ്രകാശനമാണ്. അതിന് എല്ലാവരെയും നിലവിളക്കിന്റെ സമീപത്തേക്ക് ക്ഷണിക്കുകയാണ്. ആ സമയത്ത് ഒരു സോപാന സംഗീതം ഉണ്ടാവും, അതും ശ്രവിക്കണം. രാമേശ്വരം അഖിൽ എന്ന വ്യക്തി സോപാന സംഗീതം ആലപിക്കുന്നുണ്ടാവും. ഭദ്രദീപ പ്രകാശന സമയത്ത് സോപാന സംഗീതമായിരിക്കും ഉണ്ടാവുക. മാറ്റാം. മംഗളമൂർത്തി മുകുന്ദ ഹരി ശൃംഗാരരൂപത്തോടെ ഗുരുവായൂർ മരുന്ന മംഗളമൂർത്തി മുകുന്ദ ഹരി അമ്മതൻ വചനങ്ങൾ അന്നേരം മുകുന്ദനു മന്ദമായി വായ് പിളർന്നു കാട്ടി അമ്മയോ അതു നേരം കണ്ടതങ്ങോരോ വിധം അമ്മയോ അതു നേരം കണ്ടതങ്ങോരോ വിധം കൊണ്ടൽ വർണ്ണന്റെ മായ വൈഭവങ്ങൾ ശൃംഗാരരൂപത്തോടെ
മംഗളമൂർത്തി മുകുന്ദ ഹരി പാപമോചിനി ഗംഗ പാതാള സ്വർഗങ്ങളും പാപമോചിനി ഗംഗ പാതാള സ്വർഗങ്ങളും പാതാകെ വേഗമിപ്പോൾ അകലെ കാണായി വന്നു പൗലസ്ത്യനും ഗൗതമൻ വിശ്വാമിത്രൻ പൗലസ്ത്യനും ഗൗതമൻ വിശ്വാമിത്രൻ തുമ്പുരു നാരദാദി സേവിതന്മാരെ പൗലസ്ത്യനും ഗൗതമൻ വിശ്വാമിത്രൻ തുമ്പുരു നാരദാദി സേവിതന്മാരെ കണ്ടു പൗലസ്ത്യനും ഗൗതമൻ വിശ്വാമിത്രൻ തുമ്പുരു നാരദാദി സേവിതന്മാരെ ശൃംഗാരൂപത്തോടെ ഗുരുവായൂർ പത്തുദിക്കും നടന്നോരത്യന്ത ഘോഷം കണ്ടു പത്തുദിക്കും നടന്നോരത്യന്ത ഘോഷം കണ്ടു പത്തുദിക്കും നടന്നോരത്യന്ത ഘോഷം കണ്ടു ഉത്സവങ്ങളും കണ്ടു കീർത്തനങ്ങളും ഉണ്ടതേ പത്തുദിക്കും നടന്നു കീർത്തനങ്ങളും കണ്ടു പത്തുദിക്കും നടന്നു കീർത്തനങ്ങളും കണ്ടു മൂർത്തിതൻ വായിൽ കണ്ടു ഉണ്ടതേ ശൃംഗാര രൂപത്തോടെ ഗുരുവായൂരു മംഗളമൂർത്തി മുകുന്ദ ഹരി കൃഷ്ണാനിവായ് മുറുക്ക് വൃഷ്ണികൂലീശ്വര കൃഷ്ണാനിവായ് മുറുക്ക് വൃഷ്ണികൂലീശ്വര കൃഷ്ണയോടൻ മകനേ വായ്മുറുക്ക് ഗോവിന്ദവായ് മുറുക്ക് ഗോപാലവായ് മുറുക്ക് ഗോവിന്ദവായ് മുറുക്ക് ഗോപാലവായ് മുറുക്ക് ഗോവിന്ദവായ് മുറുക്ക് ഗോപാലവായ് മുറുക്ക് ഗോപനേ വായ് മുറുക്ക് ഗോപാലയ ഗോവിന്ദ വായ് മുറുക്ക് ഗോപാലവായ് മുറുക്ക് ഗോപനേ വായ് മുറുക്ക് ഗോപാലയ ശൃംഗാര രൂപത്തോടെ ഗുരുവായു മരുന്ന മംഗളമൂർത്തി മുകുന്ദ ഹരേ അമ്മതൻ ഭജനങ്ങൾ അന്നേരം മുകുന്ദനോ മന്ദമായി വായിരുന്നു ശിവനേ പരമേശ്വരനേ തുണയേ ഗണേശ്വരനേ ഹരണേ ഭയനാശകനേ കലഞ്ഞൂരമരുണീശ്വരനേ ശിവനേ പരമേശ്വരനേ തുണയേ ഈശ്വരനേ ഹരണേ ഭയനാശകനേ കലഞ്ഞൂരമരുണീശ്വരനേ കൃതകാര പ്രിയങ്കരനേ നൽകുണമേ വൈഭവമേ കൃതകാര പ്രിയങ്കരനേ ഗുണമേ വൈഭവമേ കൃതകാര പ്രിയങ്കരനേ ഗുണമേ വൈഭവമേ വസിരാധരനാഥരുളി
ഈശ്വരനേ ശിവനേ പരമേശ്വരനേ ഗുരുവേ കുറച്ച് കസേര ഈശ്വരനേ ഹരനേ ഭയനാശകനേ കലയൂരമരും മഹേശ്വരനേ നാരായണനും സഖിയാകിയ പാണ്ഡവനും ഭാരിച്ച ദുർമതമൊടുക്കി വരം കൊടുപ്പതിനായി കൈരാഘവേഷധരനാകിയ ചന്ദ്രചൂടൻ തൃക്കലഞ്ഞൂരമരും ദേവായ മംഗളം മംഗളം. അഭിലിന് 1000 നന്ദി. കുറച്ച് കസേര കൂടി തെക്ക് ഭാഗത്തുണ്ട്. ഈ മുമ്പിലൂടെ വന്നാൽ അവിടെ കയറിയിരിക്കാൻ സ്ഥലമുണ്ട്. ഭദ്രദീപ പ്രകാശനം ചെയ്ത നമ്മുടെ എല്ലാം ക്ഷേത്രത്തിന്റെ തന്ത്രിയായ സതീഷ് ഭാനുഭാന പണ്ടാരത്തിൽ അവരുകൾ നമ്മളോട് ഭാഗവത സന്ദേശം 2 വാക്ക് സംസാരിക്കുന്നു. ശ്രീ വക്രതുണ്ട മഹാകായ കോട്ടിസൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം വന്ദേ ശംഭൂമാവതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവഹ്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. വേദിയിൽ ഉപവിഷ്ടരായ മഹത് വ്യക്തികൾക്കും സദസ്സിൽ വന്നിട്ടുള്ള സന്നിഹിതരായിട്ടുള്ള ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. വളരെ ആകസ്മികമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ദൗത്യം എടുക്കേണ്ടി വന്നത്. ഇന്നൊരു 3 മണിയോടുകൂടിയാണ് എന്നോട് എൻ്റെ ജ്യേഷ്ഠൻ വിളിച്ച് പറഞ്ഞത്. ഇവിടുത്തെ തന്ത്രിയായ ഗണേഷ് ഭാനുഭണ്ഡാരത്തിൽ എന്നോട്. അദ്ദേഹം ആശ്രാമത്ത് അമ്പലത്തിൽ കുറച്ച് തിരക്കിലായി. അപ്പോൾ എന്നോട് വിളിച്ച് പറയുമായിരുന്നു, ഒന്ന് പോയി ദീപം ഇതിന് വരണം എത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇതിനാൽ ഇങ്ങനൊരു മഹത്കർമ്മത്തിന് ഇവിടെ സന്നിഹിതമാവാൻ സാധിച്ചതിൽ ഞാൻ കലഞ്ഞൂരപ്പനോടും ഭരദേവതമാരോടും ഗുരുകാരണവന്മാരോടും എൻ്റെ വിനീതമായ ആദരവ് അറിയിക്കുന്നു. പിന്നെ ഭാഗവത സപ്താഹത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ ഞാൻ വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശമായിട്ടാണ് ഞാനിത് വായിക്കുന്നത്. നമ്മുടെ ഹൈന്ദവ ഭക്തിമാർഗത്തിൽ വളരെ പ്രാമുഖ്യമുള്ള ജ്ഞാനയജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഭാഗവത സപ്താഹം. ഭഗവാൻ വേദവ്യാസ മഹർഷി സർവ്വ വേദാന്ത സാരങ്ങളെയും സമാഹരിച്ച് രചിച്ചതാണല്ലോ ശ്രീ മഹാഭാഗവതം. നമ്മളെപ്പോലെ ഉള്ള സാധാരണ മനുഷ്യർക്ക് അതിഗഹനങ്ങളായ വേദാന്ത തത്വങ്ങളെയും തത്വചിന്തകളെയും മനസ്സിലാക്കി കൊടുക്കാൻ കഥകളും രൂപങ്ങളും ദൃഷ്ടാന്തങ്ങളുമൊക്കെ വേണ്ടിവരും എന്നറിഞ്ഞ മഹത് വ്യക്തികളായ ഋഷീശ്വരന്മാർ തന്നെയാണ് വളരെ ലളിതമായ കഥകളിലും ശ്ലോകങ്ങളിലും പദ്യങ്ങളിലും കൂടെ ഭഗവാന്റെ ലീലാവിലാസങ്ങളെ വർണ്ണിച്ച് അതിലൂടെ ഒരു ബ്രഹ്മസാരത്തിന്റെ ഗഹനമായ തത്വങ്ങളെ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അവര് ഋഷീശ്വരന്മാർ ഇങ്ങനെ ഒരു സപ്താഹയജ്ഞം പോലെയുള്ള ഒരു ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ കഥകളിലും ശ്ലോകങ്ങളിലും കൂടെ ഭഗവാനെ വർണ്ണിക്കുകയും അതിലൂടെ ഗഹനങ്ങളായ ബ്രഹ്മതത്വങ്ങളെയും വേദാന്ത സാരങ്ങളെയും സാധാരണക്കാർക്കും പ്രാപ്യമാകാൻ പാകത്തിൽ അവതരിപ്പിച്ച് ഒരിക്കലും ഈ ഒരു ഉദ്ദേശത്തിലാണ്. ഇനി വരുന്ന 7 നാളുകളിലായി ഈ പുണ്യഭൂമിയിൽ നമ്മുടെ ആചാര്യൻ പകർന്നു തരാൻ പോകുന്ന ഭാഗവത കഥാമൃതത്തെ ശ്രമിക്കുന്ന ഏവർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനോബലവും അനുഗ്രഹവും സിദ്ധിക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവും
ദേശത്തിന്റെ ദേവനായ തൃക്കലഞ്ഞൂരപ്പനും മഹാഗണപതിയും ഗുരുകാരണവന്മാരും കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. സതീഷ് ഭാനു പണ്ടാരത്തിൽ അവരുടെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ശ്രീലത നമ്പൂരിയെ നമ്മളെ പാട്ടുപാടി ആനന്ദിക്കും എന്ന് നമുക്ക് അറിയിക്കാം. എന്തായാലും ഒരു പാട്ടെങ്കിലും പാടാതെ പോകും എന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെയൊക്കെ ആഗ്രഹം നമുക്ക് പ്രകടിപ്പിക്കാം. ആശംസകൾ നേർന്നുകൊണ്ടും പാട്ടുപാടിയും നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഈ തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഞാനിതിന് മുമ്പ് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ഒരു പൊങ്കാലയുടെ ഉദ്ഘാടനമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് എന്നെ ഇതിലേക്ക് ഈ സപ്താഹത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ഭദ്രദീപം കൊടുക്കുന്നതിനും ഒക്കെ എന്നോട് ക്ഷണിച്ചതിൽ ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യമേ തന്നെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇത്രയും ഭക്തജനങ്ങൾ ഉള്ള ഒരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം പല സ്ഥലത്തും ഇത്രയും ഒരു നിറഞ്ഞ സദസ്സ് കാണാറില്ല. ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല ക്ഷേത്രങ്ങളിൽ ഇതുപോലെ സപ്താഹത്തിന് വിളക്ക് കൊടുത്താനൊക്കെ എന്നെ ക്ഷണിക്കാറുണ്ട്. അത് മനസ്സിനൊരു വലിയ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ സിനിമയും സീരിയലും ഒക്കെ ടി വിയിലും അല്ലാതെയൊക്കെ കാണുന്നവരാണെന്ന് എനിക്കറിയാം. പലരും പറയാറുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ രീതി വെച്ച് പറയുമ്പോൾ ഈ സീരിയലൊക്കെ വളരെ മോശമാണെന്നൊക്കെ സംസാരമൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ഈ പുരാണ കഥകളിലുള്ള കഥാപാത്രങ്ങൾ തന്നെ അല്ലേ ഈ സീരിയലിലുള്ളത്? അതിലും ശകുനിയുണ്ട്, മന്ദരയുണ്ട്, ആരൊക്കെയുണ്ട്, നല്ല കഥാപാത്രങ്ങളും ദുഷ്ട കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. അതിലൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇന്നിവിടെ എത്താൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഇതുപോലെ നേരിൽ കാണാനുള്ള ഒരു സന്ദർഭം ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് ഈ ക്ഷേത്രത്തിലുള്ള മറ്റ് ഭാരവാഹികളോട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും പോകാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പല കച്ചേരികളും നടത്താറുണ്ട്. അതൊക്കെ ഒരു ദൈവാധീനം. കാരണം നമുക്ക് ഈ പ്രായത്തിലും നമുക്ക് പാട്ട് പാടാനോ അല്ലെ സംസാരിക്കാനോ അഭിനയിക്കാനോ ഒക്കെയുള്ള ഒരു ശക്തി ദൈവം തരുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നേരിൽ കാണാൻ പറ്റുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു സദസ്സിലൊക്കെയാണ് നേരിൽ കാണാൻ പറ്റുന്നത്. പലപ്പോഴും പലരെയും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരെയും കാണുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇന്ന് ഇവിടെ സപ്താഹം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും 7 ദിവസം എല്ലാവരും ഈ മഹാഭാരതം അതിലെ കഥകളും ഒക്കെ കേട്ട് മാനസികമായിട്ട് അതൊരു സന്തോഷമാണ്. ഓരോ കഥകൾ കേൾക്കുന്നത്. പിന്നെ അവിടെ ആചാര്യൻ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. സമയം പോകുന്ന അറിയത്തില്ല. ഞാനും ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ കഥകളൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരായ ആ കുഞ്ഞുങ്ങൾ പോലും ഇതിലൊക്കെ പങ്കെടുക്കണം. എന്താണ് രാമായണം മഹാഭാരതം എന്നൊക്കെ പറയും, എന്താണ് അതിനെപ്പറ്റിയൊക്കെ ആ കുഞ്ഞുങ്ങൾ പോലും മനസ്സിലാക്കണം. പണ്ടൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മൂമ്മമാരുണ്ടാവും. അവരാണ് ഈ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇപ്പോഴും എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിലുള്ള കുറേ കഥാപാത്രങ്ങളും ഇതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ രാവണൻ മറ്റേ മറിച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സപ്താഹമൊക്കെ നടത്തി അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാം നല്ല മംഗളമായിട്ട് ഇത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് സിനിമയിൽ ഒരു 10-16 പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, എൻ്റെ പാട്ടുകളല്ല. അപ്പം അതിലൊരു പാട്ട് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടാം. കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈവില്ല മകയിരം നാൾ കുറെ പോവേണം മലനാട്ടം മറ്റു തിരുനോമ്പ് കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈവില്ല. നീ വേണമെങ്കിൽ ഒരു ചെറിയ മിമിക്രി കാണിച്ചു തരണം. ഒന്ന് ഇളകിക്കോട്ടെ, ആൾക്കൊരു ഇളകിക്കോട്ടെ അല്ലേ? ഞാൻ എവിടെ ചെന്നാലും എന്നോട് പറയും ഷീലാമ്മയെ അനുകരിക്കും എന്ന് പറയുമ്പോൾ അത് ഏതോ ഒരു ചാനലിൽ അങ്ങനെ കാണിച്ചതാണ്. അപ്പം മനസ്സിനക്കരെ എന്നുള്ളൊരിതിലെ ഒരു ഇത് കാണിക്കാം. മനസ്സിനക്കരയിലെ ഒരു ജയറാം ഒരു പള്ളിയുടെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് ഷീലാമണി ചോദിക്കും, ഈ പള്ളി ത്രേസ്യ കൊച്ചിന് ഓർമ്മയുണ്ടോ? അപ്പൊ അവര് പറയും, ഇത് ഞങ്ങളുടെ പള്ളിയാണ്. ഈ പള്ളിയിൽ വെച്ചാ ഇനി മാമോദീസ മുക്കിയതും ഞാൻ ആദ്യ കുർബാന കൈക്കൊണ്ടതും ഇതാ ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തുക്കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എന്താ കൈയടിക്കാതെ? ശ്രീലത നമ്പൂതിരിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ഭാഗവത സന്ദേശം ചെറിയ വാക്കിൽ നമ്മളോട് 7 ദിവസവും ഇനിയും പരമേശ്വരേട്ടന്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. എന്നിരുന്നാലും ചടങ്ങിന്റെ ഭാഗമായി ഒരു സന്ദേശം കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂരി നമ്മളോട് സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇപ്പോൾ സംസാരിക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇനി ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ സംസാരം കേട്ട് ശരിക്കും പറഞ്ഞാൽ 7 ദിവസം കേൾക്കാൻ പോവല്ലേ അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം കൂടുതലൊന്നും പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവിടെ ഞാൻ കലഞ്ഞൂര് കുറേ കാലം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലേ? അത് മാത്രമല്ല വളരെ പോസിറ്റീവായ മാറ്റങ്ങളാണ്. ഞാൻ അത്രയും ഒരു നല്ല മൂഡിലല്ല. ഒരു സപ്താഹമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് എത്തിയതും കലഞ്ഞൂരിൽ ആ മഹാദേവന്റെ മുറ്റത്തേക്ക് എത്തിയപ്പോഴും എന്നെ ഭഗവാൻ ഒന്നായിട്ട് പിടിച്ച് മറ്റേതോ ഒരു ലോകത്തിലെത്തിച്ച ഒരനുഭവത്തിലാണ് ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കലഞ്ഞൂരപ്പനെ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സപ്താഹം നമ്മൾ തുടർന്ന് കേൾക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പരമേശ്വരേട്ടന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ആദരവ് സമർപ്പിക്കുന്ന ചടങ്ങുകളാണ്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന സതീഷ് ഭാനുഭാനു പണ്ടാരത്തവറുകളെ ആദരിക്കുന്നു. വാസുദേവൻ പോറ്റി അവറുകൾ. എല്ലാവരും ഒന്ന് കൈയടിച്ച് നമ്മുടെ ഇതിനൊരു മാറ്റുകൂട്ടണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ശ്രീലത നമ്പൂതിരിയെ പട്ടാട അണിയിച്ചും ആദരിക്കുന്നു. കൃഷ്ണൻ പോറ്റി അവറുകൾ.
നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീലത നമ്പൂതിരിക്ക് ഉപഹാരം സമർപ്പിക്കുന്നത് സതീഷ് ഭാനു പണ്ടാരത്തിൽ അവരുകളാണ്. ഉപഹാരം സ്വീകരിക്കുന്നതിന് ശ്രീലത നമ്പൂതിരിയെയും ഉപഹാരം സമർപ്പിക്കുന്നതിന് സതീഷ് ഭാനു പണ്ടാരത്തിൽ അവരുകളെയും ക്ഷണിക്കുന്നു. അടുത്തതായി കണ്ടമലം പരമേശ്വരൻ നമ്പൂതിരിയെ പൊന്നാടയണിയിച്ച് പ്രസ്ഥാന മഠത്തിൽ രാംകുമാർ ആദരിക്കുന്നു. അടുത്തതായി നമ്മളുടെയൊക്കെ അഭിമാനമായ കലഞ്ഞൂർ സന്തോഷ്. ഈ ഇരിക്കുന്ന ആർക്കും സന്തോഷിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ആദരവ് കൊടുക്കുന്നത് പോലെയാണ് കലഞ്ഞൂരപ്പന്റെ തിരുസന്നിധിയിൽ കൊടുക്കുന്നത്. അദ്ദേഹത്തിന് കലയുടെ ഊരായ കലഞ്ഞൂരിന്റെ അഭിമാനമായ ഉപഹാരം കിഴക്കേക്കരയുടെ പ്രതിനിധിയായ ശിവൻകുട്ടി അവരുകളും പ്ലാസ്ഥാനത്ത മഠത്തിൽ കൃഷ്ണൻപോറ്റി അവരുകളും ചേർന്ന് ഉപഹാരം ആദരവ് സമർപ്പിക്കുന്നു. അടുത്തതായി നമ്മളുടെ കലഞ്ഞൂരിന്റെ അഭിമാനമായ ചൈതന്യ പ്രകാശിനെ ആദരിക്കുന്നത് പടിഞ്ഞാറേക്കരയുടെ പ്രതിനിധികളായ ജനാർദ്ദൻ അവറുകളും രാജേന്ദ്രൻ അവറുകളും അതുപോലെ രാംകുമാറും ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തുന്നു. അടുത്തതായി നമ്മളുടെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ തുടക്കത്തിൽ അഷ്ടപതി ആലപിച്ച നമ്മുടെ കലഞ്ഞൂരിന്റെ അഭിമാനമായ കുമാരി നിവേദ്യയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു ശ്രീലത നമ്പൂതിരി. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവാണ് ഞങ്ങളുടെ നിവേദ്യ. അത് പ്രത്യേകം അറിയിക്കുന്നു. ആ കുട്ടിക്ക് തൃക്കലഞ്ഞൂരപ്പന്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അഷ്ടപതി എന്ന ആ ഏറ്റവും വളരെ ബൃഹത്തായ ആ ഒരു ഉദ്യമം പഠിക്കാൻ ശ്രമിച്ച ആ കുട്ടിക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഉപഹാരങ്ങളൊക്കെ സ്വീകരിച്ച് സന്തോഷ് നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നുണ്ടാവും. നമുക്കൊക്കെ സുപരിചിതനാണെങ്കിലും ആ വാക്കുകൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. മുകേഷ്, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീലത ചേച്ചി, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പിന്നെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, പിന്നെ എൻ്റെ എല്ലാമായ നാട്ടുകാർ. സത്യം പറഞ്ഞാൽ ഒരുപാട് അനേകായിരം വേദികളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിന്ന് ഇവിടെ നിൽക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. അതുപോലെ സത്യം പറഞ്ഞാൽ വന്ന് കയറിയപ്പോൾ മുതലേ എനിക്കങ്ങ് വിറയൽ പോലെ തോന്നുന്നു.
അതെനിക്ക് ഈ ഇത്രയും കാലം ഒരു വേദിയിലും അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ വളരെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് സംസാരിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇന്ന് വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയാണ്. ചരട് കെട്ടി തരാമല്ലോ. ശരി, ജിതേഷ് തിരുമേനി ചരട് കെട്ടി തരും. ജിതേഷ് തിരുമേനി നേരത്തെ പറഞ്ഞ ഒരു കാര്യം, കാരണം വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സമയം, ഒരു നിമിഷം, ഒരു വേദിയാണ് എന്ന് എനിക്കിവിടെ സാധ്യമായത്. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം ഉള്ളതുകൊണ്ടാണ് എനിക്ക് വാക്കുകൾ കിട്ടാത്തതും സംസാരിക്കാൻ പറ്റാത്തത്. ജിതേഷ് തിരുമേനിയും കൃഷ്ണൻപോറ്റി സാറും കൂടെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഈ ഫോൺ ഒന്ന് ചെവിയിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഒന്ന് നോക്കി, ഇത് സത്യമാണോ, അത് നടക്കുന്ന കാര്യമാണ്, ഞാൻ ഉറക്കത്തിലാണോ എന്ന് ഞാനത് പിച്ചു നോക്കി. അത്രയ്ക്കും വിലപ്പെട്ട, കാരണം പലയിടത്ത് പോയി ഞാൻ ഇതുപോലെ ഒരുപാട് മൊമെന്റോകൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് ആദരവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പത്മഭൂഷൺ, അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും പത്മഭൂഷന്റെ തുല്യമാണ് ഇന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഈ സ്നേഹാദരവ്. അത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും അംഗീകാരമായി, എനിക്ക് തരുന്ന അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നു. സമയമില്ല എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ വേദി കിട്ടിയത് കൊണ്ടാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ അമ്പലത്തിന്റെ ചുറ്റും ഒരുപാട് കളിച്ചു വളർന്നിട്ടുണ്ട്. എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് കളിച്ചു വളർന്ന ഒരു സ്ഥലമാണ് ഈ തൃക്കലഞ്ഞൂർ അമ്പലത്തിന്റെ ക്ഷേത്രം. ഇവിടുത്തെ ബാലഗോകുലം, ഇവിടുത്തെ ആശാരി സാറ്, അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ. അന്നും എൻ്റെ ഉള്ളിൽ ഒരു കലയുണ്ട്, പക്ഷെ അത് പ്രദർശിപ്പിക്കാനുള്ള വേദികൾ എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാൻ വേണ്ടി ഒരുപാട് കാലം ഞാൻ അലഞ്ഞു നടന്ന ഒരു കാലങ്ങളുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയത്, നമ്മള് കലാകാരൻ ആവാത്രത്തോളം കാലം നമ്മൾ കലാകാരനാണെന്ന് പറഞ്ഞാൽ ഈ ലോകം അംഗീകരിക്കില്ല. അത് ശ്രീലത ചേച്ചിക്ക് അറിയാം, അല്ലേ ചേച്ചി? കറക്റ്റാണ്. നമ്മളൊരു കലാകാരനാണെന്ന് നമ്മൾ സ്വയം പറയുമ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കത്തില്ല. അത് എവിടെയെങ്കിലും നമ്മൾ ഒരു വട്ടം പ്രദർശിപ്പിച്ച് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കലാകാരനായി. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ വന്ന ഒരാളാണ് ഞാൻ. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ഈ മൈക്കിന്റെ നേരെ മൈക്കിന് പോലും നമ്മളോട് ഭയങ്കര. അപ്പൊ എനിക്ക് എന്റെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ ഇവിടെപ്പെട്ട ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നുള്ളത്. അത് ഏത് വേദിയിലും എനിക്ക് പറയാൻ മടിയില്ല. കാരണം വീട്ടിലെ 6-8 പശുക്കളുണ്ട്. പശുക്കളുടെ പാല് അമ്മ കറന്നു തരും. അത് സൈക്കിളിൽ സഞ്ചിയിൽ തൂക്കി ഇങ്ങനെ പല വീടുകളിലും കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോ ഞാൻ പാല് കൊടുത്ത വീട്ടിലെ പല ആൾക്കാര് എന്റെ മുന്നിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. സത്യമല്ലേ? സത്യമല്ലേ ചേച്ചി? ചേച്ചിയുടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ പാല് കൊണ്ട് സൈക്കിളിൽ പോകുമ്പോ എന്റെ ഉള്ളില് മിമിക്രി എന്ന് പറയുന്ന ഒരു സാധനം പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ പ്രദർശിപ്പിക്കാൻ വേദികളില്ല. അന്ന് നമ്മുടെ നാട്ടില് ഇന്ന് കാണാൻ പറ്റാത്ത, ഇന്നത്തെ കുട്ടികൾക്ക് അന്യം നിന്ന് പോയ ഒരു സംഭവമാണ് നാട്ടുപുറത്തെ ക്ലബ്ബുകൾ. അന്ന് ഇവിടെ കൂണ് മുളയ്ക്കുന്ന പോലെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ഈ ക്ലബ്ബുകളിലൊക്കെ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു അവസരം തരുമോ? അന്നത്തെ തരാത്ത പല വ്യക്തികളും എന്നെ നോക്കി ചിരിക്കുന്നു കാണുമ്പോ. സത്യം അല്ല, അത് അന്ന് തന്നിരുന്നെങ്കിൽ, അത് വേറെ കാര്യമുണ്ട്. അന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇതുപോലെ മൈക്കിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് ഞാൻ അങ്ങ് പോയനെ. പക്ഷെ തരാതിരുന്നതാണ് എന്റെ വിജയം എന്ന് പറഞ്ഞാൽ. എനിക്ക് നേടിയെടുക്കണം, എനിക്ക് 10 പേരുടെ മുമ്പിൽ ഇത് കാണിക്കണം എന്നുള്ള വാശി അന്ന് മുതലേ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് അന്ന് ഞാൻ ഈ തൃക്കലഞ്ഞൂരപ്പന്റെ നടയിൽ വന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ന് ഞാൻ പലരെയും കാണുമ്പോൾ അവരാരും എന്റെ മുഖത്ത് നോക്കി എവിടെ പോവാണ്, എന്തിനു പോവാണ്, എന്തെടുക്കുന്നു എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ ഒരിക്കൽ എന്നോട് ചോദിക്കണം, എന്നെ കാണുമ്പോൾ എന്തുണ്ട്, സുഖമാണോ, വിശേഷം എന്തുണ്ട് ചോദിക്കണം എന്ന് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ എന്റെ മനസ്സിൽ തട്ടി പറയുകയാണ്. ഈ മഹാദേവന്റെ മുന്നിൽ ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അതിന് ഉള്ള അനുഗ്രഹം അദ്ദേഹം എന്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഞാൻ പോലും അറിയാതായിരുന്നു എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടായത്. എന്റെ ജീവിതത്തിൽ ഞാൻ പാല് കൊണ്ടുപോയിട്ടുണ്ട്, മേശിരി പണിക്ക് പോയിട്ടുണ്ട്, വയറിങ്ങി പണിക്ക് പോയിട്ടുണ്ട്, വിളമ്പാൻ പോയിട്ടുണ്ട്, സദ്യ പാചകത്തിന് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പല മേഖലകളിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ പോയ ഒരാളാണ് ഞാൻ. അവിടുന്ന് എന്നെ എങ്ങനെ തട്ടി തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ടു എന്നെനിക്കറിയത്തില്ല. അങ്ങനെ പോയ ഒരു കഥ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ പാലും കൊണ്ട് സൈക്കിളിൽ 2 സൈഡിലും സഞ്ചിയൊക്കെ ആയിട്ട് പുറകില് ചക്കമടലും വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പോണ ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ പോണ പോക്കിലാണ് എന്റെ റിഹേഴ്സൽ നടക്കുന്നത്.
അപ്പൊ ഈ പോണ പോക്കിൽ ഞാൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ കൂടലിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ സൈക്കിളിൽ ഇരുന്നാണ് അനുകരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ജനാർദ്ദനൻ ചേട്ടനെ അനുകരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇനിയുമുണ്ടോ സാധനം കൊണ്ടുപോവാ, ഇത് ഇപ്പൊ തീർത്തു തരാം. ഇങ്ങനെ ശ്രീല ചേച്ചി മുമ്പ് എന്നെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു. ഞാൻ ചെറിയൊരു മിമിക്രിയൊക്കെ ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചേ ഈ വേദിയിൽ എന്റെ ചോറിൽ മണ്ണ് വാരി ഇടുമെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇങ്ങനെ അനുകരിച്ച് പോകുന്ന കണ്ടിട്ട് അപ്പൊ ഈ നാട്ടുകാർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളിങ്ങനെ സൈക്കിളിൽ ചുമ്മാ ഇങ്ങനെ കാര്യം പറഞ്ഞ് ചിരിച്ചോണ്ടൊക്കെ പോകുന്ന കാണുമ്പോ എന്റെ അച്ഛനോട് ഒരു വ്യക്തി പറഞ്ഞു, തന്റെ മകൻ എന്തോ ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്, മാനസികമായിട്ട് എന്തോ ഒരു തകരാറ് അവനുണ്ട്. അവനിങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്ത് അവനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, ഒറ്റയ്ക്ക് ചിരിക്കുന്നു. മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇത് സൈക്കാട്രിയുടെ പല അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇത് പിടിച്ചാൽ കിട്ടാത്ത ഒന്നാണെന്ന് അച്ഛനോട് ആരോ പറഞ്ഞു കൊടുത്തു. അച്ഛൻ പിറ്റേന്ന് അമ്മയോട് സംസാരിക്കുന്നു. ഇവര് തമ്മിൽ ഭയങ്കര ഭൂലകഷമായ ചർച്ച. മകനെ മാനസികാരോഗ്യ ആശുപത്രി കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ചർച്ചകൾ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ഇങ്ങനൊരു കലയെ ഭയങ്കര ഇഷ്ടമാണ്, ഇത് ചെയ്യാനുള്ള വേദികളില്ല, കിട്ടുന്നില്ല. അപ്പോ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്റെ അമ്മയാണ്. അപ്പൊ അമ്മ എനിക്ക് പിന്തുണ തന്നിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ ഈ നാട്ടില് ചെറിയ ചെറിയ ആൾക്കാർ ചെറിയ ചെറിയ വേദികളിൽ ഓരോ പ്രോഗ്രാമുകൾ ചെയ്തു. അങ്ങനെ ഇവിടുന്ന് എന്നെ പുറലോകത്തേക്ക് കൊണ്ടുവന്ന് എന്റെ ഈ നാട്ടിലുള്ള രജിത്ത് കമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നെ ആദ്യമായിട്ട് എറണാകുളം കൊണ്ട് കാണിക്കുന്നത്. സത്യം പറഞ്ഞാല് പണ്ടത്തെ കാലത്ത് ഇവിടുന്ന് പൊല്ലൂര്, പത്തനംതിട്ട, കലിഞ്ഞൂര് ഇതിനപ്പുറം പോയാൽ വഴിതെറ്റി പോകുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം എനിക്ക് ഇതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോ അദ്ദേഹം അന്ന് എന്നെ ഈ കലിഞ്ഞൂർ മഹാദേവൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരിക്കും എന്നെ ആദ്യം രസികരാജ നമ്പർ 1 എന്ന പരിപാടിയിൽ ആദ്യമായിട്ട് അദ്ദേഹം അന്ന് എന്തോ വീണ് ഫ്രാക്ചർ പറ്റി ഒരു കാല് ഒടിഞ്ഞിട്ട് അദ്ദേഹം സ്ട്രെച്ചറിൽ ആണ് അന്ന് എന്റെ കൂടെ വരാൻ വേണ്ടി മാത്രം അത്രയും ദുഃഖം സഹിച്ച അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് എറണാകുളം പരിചയപ്പെടുത്തി. അവിടുന്ന് ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്ന് പിന്നെ അത് കഴിഞ്ഞ് കൈരളി വിവൽ അവിടെ ജഡ്ജായിട്ട് ശ്രീല ചേച്ചി ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഒരുപാട് എന്നെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വർഷങ്ങൾ 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അന്നത്തെ ഒന്നും ശ്രീജി ഓർക്കാൻ വഴിയില്ല. എങ്കിലും അന്ന് ജഡ്ജായിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതെല്ലാം ഈ തൃക്കലഞ്ഞൂരപ്പന്റെ അനുഗ്രഹവും പിന്നെ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയാൻ എന്നെ മാധ്യമങ്ങളിലൂടെ ഏറെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കോയിക്കൽ പ്രശാന്ത് ഏട്ടൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രദീപ് ഗുരുകുലം, നമ്മുടെ ശ്യാം കലഞ്ഞൂര്, ഇങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളുടെ ഒരു വലയം കൊണ്ട് കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. ഇതിന് എല്ലാവരോടും, ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരോടും, ഇവിടുത്തെ ഒരു മണൽത്തരിയോട് പോലും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിൽ എനിക്ക് ഈ വേദി ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും, പ്രത്യേകിച്ച് തൃക്കലഞ്ഞൂർ മഹാദേവന്റെ അനുഗ്രഹത്തിനായി ഞാൻ വീണ്ടും ഇവിടെ ഈ വേദിയിൽ വരും എന്ന ഉറപ്പോടെ എന്റെ വാക്കുകൾ ചുരുങ്ങുന്നു. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സന്തോഷിന്റെ ബാല്യകാല ഓർമ്മകൾ സ്വന്തം ശബ്ദത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ച നല്ല വാക്കിന് നന്ദി. അടുത്തതായി നമ്മളോട് ഉപഹാരങ്ങളും സ്നേഹാദരവും സ്വീകരിച്ച് നമ്മൾ 2 വാക്ക് പറയുന്നതിന് നമ്മളുടെ അഭിമാനമായ ചൈതന്യപ്രകാശിനെ ക്ഷണിക്കുന്നു. ചൈതന്യപ്രകാശിന് സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റഗ്രാമില് കോടിക്കണക്കിന് ആരാധകരെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ ഒരു സന്തോഷവും കൂടി ഇതോടുകൂടി അറിയിക്കുകയാണ്. എല്ലാവരും ചൈതന്യപ്രകാശിനെ പ്രോത്സാഹിപ്പിക്കുക. ചൈതന്യപ്രകാശ് നമ്മളോട് 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ.
ഞാൻ പൊതുവെ ഇങ്ങനെ സംസാരിക്കാറില്ല. അപ്പം ജിതേഷ് തിരുമേനി ആദ്യമേ വന്ന് എൻ്റെ അടുത്തൊരു നീണ്ട പ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കാലിൽ കൈ വെക്കുക ഇങ്ങനെ വരയ്ക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ അമ്പലത്തിലെ സപ്താഹ യജ്ഞവേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആദരവ് നൽകിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ച പോറ്റി സാറിനും ജിതേഷ് തിരുമേനിക്കും മറ്റെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനത്തെ പലരുടെയും എനിക്കറിയില്ല, എനിക്കിങ്ങനെ സന്തോഷം എന്നെ പോലെ എനിക്കിങ്ങനെ ഒരുപാട് പറയാൻ അറിയില്ല. ഞാൻ പാലും കൊണ്ട് കൊടുത്തിട്ടില്ല. അത് എത്രയൊക്കെയുള്ളൂ. ജിതേഷ് തിരുമേനി പറഞ്ഞ പോലെ എന്നെ ഇവിടെയൊക്കെ കാണാൻ പറ്റും എല്ലാവർക്കും. ഞാൻ എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇവിടെ വന്നൊരു റീല്, ഒരു ഫോട്ടോഷൂട്ട് എല്ലാം എടുക്കാറുള്ളതാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയേ ഉള്ളൂ. ചൈതന്യ പ്രകാശിന്റെ ഇൻസ്റ്റഗ്രാം മുഴുവൻ ഫ്രെയിം നമ്മുടെ കലഞ്ഞൂർ അമ്പലമാണെന്നുള്ള അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഫ്രെയിം കലഞ്ഞൂർ അമ്പലത്തിന്റെ പരിസരമാകട്ടെ. എന്നും ചൈതന്യ പ്രകാശിന്റെ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ആശംസകള് സന്ദേശവും നൽകുന്നതിന് രാജേന്ദ്രൻ അവരുകളെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനും ആദരണീയനുമായ വാസ്ഥാനത്ത് മഠത്തിൽ ബ്രഹ്മശ്രീ രാമരൂ വാസുദേവൻ പോറ്റി അവർകൾ, ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി താന്ത്രികാചാര്യനുമായ ശ്രീ ജിതേഷ് തിരുമേനി അവർകൾ, ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പ്രമുഖൻ ഉളക്കട മഠത്തിൽ സതീഷ് തിരുമേനി അവർകൾ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്ന പ്രശസ്ത സിനിമാ സീരിയൽ താരം, നമ്മുടെയൊക്കെ അഭിമാനം ആയ ബഹുമാന്യ ശ്രീമതി ശ്രീലത നമ്പൂതിരി അവർകൾ, ഈ ക്ഷേത്രത്തിലേക്ക് ഇന്ന് യജ്ഞം നടത്തുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ യജ്ഞാചാര്യൻ അവർകൾ, അതേപോലെ ഈ നാടിൻ്റെ അഭിമാനമായ ശ്രീ സന്തോഷ് അവർകൾ, അതേപോലെ നാടിൻ്റെ അഭിമാനമായ ചൈതന്യ പ്രകാശ് അവർകൾ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള ഭക്തജനങ്ങളെ വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഈ 2 വാക്കുകൾ ആശംസയായി അർപ്പിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഈ നാടിൻ്റെ അഭിമാനമായ സന്തോഷിൻ്റെ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ അടിത്തറ ഉൾക്കൊണ്ടുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം നേടിയ ആ ഉന്നതി അത് ഏറെ അഭിമാനകരമാണ്. അദ്ദേഹം അത് ഈ വേദിയിൽ തുറന്ന് സംസാരിക്കുകയും ചെയ്തു. ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സന്നിധി ഈ 46 വർഷങ്ങൾ കൊണ്ട്, ഒരുപാട് പാരായണങ്ങൾ കൊണ്ട് ഈ നാട് ധന്യമായിരിക്കുകയാണ്. ഈ 47ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലൂടെ ഈ നാടും നാട്ടുകാരും കൂടുതൽ ശ്രേയസ്കരമാകട്ടെ എന്ന് ഞാൻ തൃക്കലഞ്ഞൂരിൻ്റെ അപ്പൻ്റെ നാമധേയത്തിൽ പടിഞ്ഞാറേക്കരയ്ക്ക് വേണ്ടിയും കൂടി ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും ഇവിടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓം നമ ശിവായ. രാജേന്ദ്രൻ അവരുടെ നല്ല വാക്കിന് നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ശിവൻകുട്ടി അവരുകളാണ്. കിഴക്കേക്കരയുടെ പ്രതിനിധിയായി 2 വാക്കിൽ നമ്മളോട് ആശംസകൾ അർപ്പിക്കുന്നു. ഓം നമ ശിവായ. നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ അമ്പലത്തിലെ 47ാമത്തെ സപ്താഹമാണ്. ഇത് തുടങ്ങിയ കാലഘട്ടം മുതൽ നമുക്കറിയാം. എനിക്ക് 62 വയസ്സുണ്ട്. അന്നത്തെ കാലത്തൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്തും വേണ്ടി ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഈ സപ്താഹം വിജയിപ്പിക്കാൻ വേണ്ടി നന്നായി എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ സപ്താഹത്തിൽ നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾ എല്ലാവരും നന്നായി, അത് എൻ്റെ ഒരു മനസ്സ് വെച്ച് പറഞ്ഞാൽ ജാതി മത ഭേദമന്യേ ഇത് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സപ്താഹം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവം പോലെയാണ് നടക്കുന്നത്. മുമ്പൊക്കെ വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് പ്രഭാഷണത്തെ പങ്കെടുപ്പിക്കും. ഓരോ ദിവസവും ഓരോ വിഷയം കൊടുക്കും. ഓരോ വിഷയത്തിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കും. വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും, വ്യത്യസ്തമായ ചിന്താഗതി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക നിലവാരം
ഉയർത്തുന്ന നിലയിലേക്കാണ് ഈ സപ്താഹം അവസാനിക്കുന്നത്. സപ്താഹത്തിന്റെ അവസാനം നമുക്കൊരു പ്രസാദം പോണത് ഒരു ബുക്കാണ്. ആ ബുക്ക് തന്നെ നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിൽ എത്തി വായിക്കുന്ന തരത്തിലാണ് തരുന്നത്. ഈ സപ്താഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സപ്താഹം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളോ 2 പേരോ 10 പേരോ വിചാരിച്ച പറ്റത്തില്ല. നമ്മുടെ ഇരു കരകളിലെയും എല്ലാ ആളുകളും നല്ല രീതിയിൽ ഇതിനോട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനെ പറ്റത്തുള്ളൂ. ഒരു സപ്താഹം എന്ന് പറയുമ്പോൾ ഒരു ദിവസം തീരുന്നല്ല. ഇപ്പം 7-8 ദിവസം, അതിന് എല്ലാ ദിവസവും അന്നദാനമുണ്ട്. ഞാനിതിൻ്റെ സെക്രട്ടറിയായിട്ട് ഇരുന്ന ആളാണ്. ഈ മണ്ഡപം തന്നെ തീർത്താണ്. ഞാൻ ഒരു ദിവസം ഒരു സപ്താഹം നടന്നപ്പോൾ പറഞ്ഞു ഡെസ്ക് കുരുങ്ങുന്നു എന്ന് പറഞ്ഞു. ഡെസ്ക് കുരുങ്ങുന്നു പറഞ്ഞപ്പം അതെനിക്ക് ഓർമ്മയുള്ള തിരുമേനിയാണ്. പിറ്റേ വർഷം നമ്മളിത് മാറ്റിയിട്ട് മണ്ഡപം പണിഞ്ഞു കൊടുക്കും. നമ്മൾ പണിഞ്ഞു കൊടുക്കും, കുലുങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സഹായ സഹകരണം കൊണ്ടാണ് ഇത് വിജയിച്ചു പോകുന്നത്. 8 ദിവസം അന്നദാനം കാര്യങ്ങളൊക്കെ നടക്കും. ഓരോ ദിവസം ഓരോ വ്യക്തികളെ നടത്തും. ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ പൈസ മുടക്കാൻ പറ്റും. പക്ഷെ അതിന് സഹായിക്കാൻ നമ്മുടെ മനസ്സും നമ്മുടെ ആളുകളും ഉണ്ടായാലേ പറ്റും. ഈ സപ്താഹം വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവത് നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശിവൻകുട്ടി അവരുടെ വാക്കിലൂടെ ഞാനും പരിപൂർണമായി യോജിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും നാരായണീയ പാരായണം ഭംഗിയായി അഭ്യസിപ്പിക്കുന്ന പത്മനി ടീച്ചറെ ക്ഷണിക്കുകയാണ്. 2 വാക്കുകൾ ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഓം നമ ശിവായ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഭക്തജനങ്ങളെ, എല്ലാവർക്കും, ആചാര്യന്മാരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മഹാദേവന്റെ സന്നിധിയിൽ ഇനി 7 ദിവസങ്ങളിൽ ഭഗവാൻ കൃഷ്ണന്റെ ചൈതന്യം അങ്ങനെ വിളയാടിക്കൊണ്ടേയിരിക്കുന്ന സുദിനങ്ങളാണ്. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ 7 ദിവസവും അങ്ങനെ ഭഗവാന്റെ ആ കാരുണ്യത്തോടുകൂടി ഈ നാട്ടില്, ഈ പ്രദേശത്ത്, ഈ ലോകം മുഴുവൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാവിധമായ മനസ്സമാധാനവും സന്തോഷവും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സപ്താഹത്തിൽ എല്ലാവരും തിരുമേനി പറഞ്ഞ പോലെ പങ്കെടുക്കണം, ഇതിനെ വിജയിപ്പിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഒരിക്കൽ കൂടി നമഃശിവായ. നമസ്തേ. പത്മനി ടീച്ചറുടെ നല്ല വാക്കുകൾക്ക് നന്ദി. നമ്മളുടെ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. എന്ന് വിചാരിച്ച് ആരും പോകരുത്. മാഹാത്മ്യം, ഭാഗവതം കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞിരിക്കണം. കഥയറിഞ്ഞ് ആട്ടം കാണൂ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഉടൻ തന്നെ മാഹാത്മ്യ പാരായണം ആരംഭിക്കും. പരമേശ്വരേട്ടന് നിറഞ്ഞ സദസ്സ് കണ്ടാണ് പണ്ട് ഇവിടുന്ന് പോയിട്ടുള്ളത്. എല്ലാ ആചാര്യന്മാരും അവസാനം പോകുമ്പോൾ എന്നോട് പറയാറുണ്ട്, എല്ലാ സമയത്തും കസേര നിറച്ച് ആളുള്ള ഒരു പ്രദേശം കലഞ്ഞൂരാണ്. കസേരകൾ മാറുന്നില്ല, ആൾക്കാർ മാത്രമേ മാറുന്നുള്ളൂ. കസേര എപ്പോഴും ഫില്ലായിരിക്കും. 8 മണി വരെ വരുന്നവര് അല്പം ഒന്ന് പോയി വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എണീക്കുമ്പോൾ വെച്ചിട്ട് വരുന്നവര് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ മാറി 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 കസേരകൾ എപ്പോഴും നിറഞ്ഞിരിക്കും. ആ അഭിപ്രായം നമ്മൾ മാറ്റാൻ പാടില്ല. എല്ലാവരും എല്ലാ സമയത്തും ഇതിൽ പങ്കെടുക്കണം. പുസ്തകങ്ങളൊക്കെ ഉള്ളവര് അത് വന്നിരുന്ന് നോക്കി അതിൽ പങ്കെടുക്കണം. അതുപോലെ ശിവൻകുട്ടി അവരുകൾ പറഞ്ഞതുപോലെ ഇത് ഒരു ഭാരിച്ച ഉദ്യമമാണ്. അതിനെല്ലാവരും കൈയയച്ച് അന്നദാനത്തിനുമൊക്കെ സംഭാവനകളും അന്നദാനത്തിന് ഒക്കെ നൽകിയും ഇത് വിജയിപ്പിക്കണം എന്നുകൂടി അറിയിക്കുന്നു. ഇതിൽ കൂടിയ ക്ഷണിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എത്തിച്ചേർന്നവർക്കും നന്ദി. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
ഈ ചടങ്ങുകൾ അവസാനിക്കുന്നില്ല. എന്നാലും മഹാത്മ്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. ആരും തന്നെ പോകരുതെന്നുകൂടി അറിയിക്കുന്നു. അടുത്തതായി മഹാത്മ്യ പാരായണവും പ്രവചനവുമാണ്. ഉദ്ഘാടന ചടങ്ങുകൾ ഇതോടുകൂടി അവസാനിക്കുന്നു. ഓം നമഃ ശിവായ. അതുപോലെ എല്ലാ ദിവസത്തെയും ചടങ്ങുകളും സമയക്രമീകരണങ്ങളും ഒക്കെ പരമേശ്വരേട്ടൻ കൃത്യമായി അറിയിക്കുന്നുണ്ടാവും. എല്ലാ ഭക്തജനങ്ങളും അത് കൃത്യമായി അനുസരിച്ച് എത്തിച്ചേരണമെന്ന് വീണ്ടും 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 അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നിറഞ്ഞ സദസ്സിന് 1000 നന്ദി. എല്ലാവർക്കും തൃക്കലഞ്ഞൂരപ്പൻ്റെ അനുഗ്രഹം. ശ്രീകൃഷ്ണ ഭഗവാൻ നാളെ മുതൽ ഈ പന്തലിൽ ഓടിക്കളിക്കുന്നു. ആ കുട്ടിയെ നോക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവണം. അക്രമങ്ങൾ കാണിക്കാതിരിക്കാനും ഓടിക്കളിക്കുമ്പോൾ പിടിച്ചു നിർത്താനുമായി നമ്മളൊക്കെ ഉണ്ടാവണം. ശാസിക്കാനും സൗന്ദര്യം ആസ്വദിക്കാനും എല്ലാവരും ഉണ്ടാവണമെന്ന് കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഉടൻ തന്നെ സ്റ്റേജ് ഒന്ന് ക്രമീകരണം നടത്തിയാൽ ഉടൻ തന്നെ മാഹാത്മ്യ പാരായണം ആരംഭിക്കുന്നതാണ്. വളരെ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതുകൂടെ ശ്രമിച്ചിട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് അറിയിക്കുന്നു.